സങ്കടകരമായ വാർത്ത പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ അറിയിക്കുന്നു. പ്രേക്ഷകർ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അവിടെ ഡൽഹി റാവൂസ് IAS സ്റ്റഡി സർക്കിളിൽ 3 വിദ്യാർത്ഥികൾ മരിച്ച സംഭവം അവിടെ പ്രതിഷേധം നടക്കുകയാണ്. അവിടെ ഒരു മലയാളി ഉണ്ട് എന്ന വാർത്ത വരികയാണ് ഇപ്പോൾ. ഈ ലൈബ്രറിയിലേക്കുള്ള ഗേറ്റ് തകർന്ന് വെള്ളക്കെട്ടുണ്ടായി. ഈ ബേസ്മെൻറ്റിലെ ലൈബ്രറിയിൽ വായിച്ചിരുന്ന 40ഓളം കുട്ടികളിൽ 3 പേർ മരിച്ചു. അതിലൊരു മലയാളി ഉണ്ട് എന്ന വാർത്ത വരികയാണ്. വിദ്യാർത്ഥികൾ 24നോട് പ്രതികരിച്ചു ഇക്കാര്യത്തിൽ. 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു മഴ, അതിനുശേഷം വളരെ ശക്തമായ ഒരു വെള്ളക്കെട്ടുണ്ടാവുകയും വെള്ളം നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തേക്ക് ഉയരുകയും ചെയ്തു. അപ്പം ഇവിടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു. ഗേറ്റാണ് വെള്ളം തടഞ്ഞു നിർത്തിയിരുന്നത്. ആ ഗേറ്റ് ബ്രേക്ക് ആവുകയും അത്രയും തടഞ്ഞു നിന്ന വെള്ളം ഒറ്റ ഫ്ലോയിൽ തന്നെ നേരെ ലൈബ്രറിയിലേക്ക് എത്തുകയായിരുന്നു. അപ്പം ആ സമയത്ത് ഒരു 10-40 കുട്ടി ലൈബ്രറിയിൽ ഉണ്ടായിരുന്നതാണ് നമ്മൾ അറിഞ്ഞത്. അതിൽ കുറേ പേരൊക്കെ ഓടി രക്ഷപ്പെട്ടു, കുറേ പേര് NDRF രക്ഷപ്പെടുത്തി. പക്ഷേ എങ്കിലും കുറേയേറെ കുട്ടികൾ അതിൽ ട്രാപ്പായി പോവുകയായിരുന്നു. भारत का ये सबसे बड़ा कोचिंग हब है। यहाँ पे कहाँ कहाँ से लोग आए हुए। आपने अभी एक बच्चे से बात की, हर लैंग्वेज के बच्चे आपको यहाँ मिल जाएंगे। मतलब जो एथनिसिटी की जो हमारी जो आइडेंटिटी है ना, वो यहीं पे आपको मिलेगी। पर यहाँ पे इतना ज़्यादा एक्सप्लोटेशन होता है कि भैया आप अगर सही टाइम पर आ जाते ना, तो यहाँ पे कितने बच्चों की जीवन बच जाती है, आपको याद भी नहीं हो। നമുക്ക് ഏറ്റവും സങ്കടപ്പെടുന്ന ഒരു വാർത്തയാണ് വരുന്നത്. മരിച്ച വിദ്യാർത്ഥികൾ ഒരാൾ കൊച്ചിയിലെ നവീന ആണ് എന്ന വാർത്ത വരുന്നു. കൂടുതൽ വിദ്യാർത്ഥികൾ മരിച്ചിട്ടും അധികൃതർ മറച്ചുവെക്കുമെന്ന് ആരോപിച്ച് ഈ റാവൂസ് അക്കാദമിയിലെ ഈ സ്ഥാപനത്തിന് മുന്നിൽ ഇപ്പോൾ ഓൾഡ് രാജേന്ദ്ര നഗറിലെ സ്ഥാപനത്തിന് മുന്നിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നു. അതിൻ്റെ ദൃശ്യമാണ് കണ്ടത്. ഈ എറണാകുളം സ്വദേശി നവീൻ മരിച്ചു എന്ന വാർത്ത വരുമ്പോഴും ജില്ലാ ഭരണകൂടം ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെന്നും ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ബൽറാം നെടുങ്ങാടി ഈ അപകടം നടന്ന സ്പോട്ടിൽ നിന്ന് നമുക്കൊപ്പം വീണ്ടും ചേരുകയാണ്. ബൽറാം, ഈ പ്രതിഷേധം ഇപ്പോഴും തുടരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും നമുക്ക് കേട്ടാൽ വിശ്വസിക്കാൻ കഴിയാത്ത കാര്യമാണ്. വർഷങ്ങളായി ഒരുപാട് IASകാരെ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുള്ള അക്കാദമിയാണ് റാവൂസ് അക്കാദമി. അവിടുത്തെ റാവൂസ് IAS സർക്കിളിൽ 3 കുട്ടികൾ വളരെ വളരെ ഇങ്ങനെയുള്ള ചെറിയ വാർത്തകളിലൂടെ മരണം സംഭവിക്കുക. എന്താണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? SKN ഏറെ സങ്കടകരമായ വാർത്ത തന്നെയാണ് ഡൽഹിയിലെ ഈ റാവൂസ് IAS സ്റ്റഡി സെൻറ്ററിൽ നിന്നും ലഭിക്കുന്നത്. ഈ അപകടത്തിൽ 3 കുട്ടികൾ മരിച്ച വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു. അതിൽ ഒരാൾ മലയാളിയാണ് എന്ന് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റ് 2 പേർ UP സ്വദേശികളാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ജില്ലാ ഭരണകൂടം ആണ് ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടത്. അത് ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. ഇപ്പോൾ വിദ്യാർത്ഥികൾ ശക്തമായ പ്രതിഷേധം തന്നെയാണ്. ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ MP, ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുമായി അകന്നു നിൽക്കുന്ന നേതാവാണ് സ്വാതി മാലിവാൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. അവർ വിദ്യാർത്ഥികളുമായി സംസാരിക്കാനാണ് എത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും കടുത്ത പ്രതിഷേധം തന്നെ ഉണ്ടാകുന്നു. ഒപ്പം തന്നെ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരും സംഭവ സ്ഥലത്ത് ഉണ്ട്. DCP ഹർഷവർദ്ധൻ്റെ നേതൃത്വത്തിലുള്ള സംഘം വിദ്യാർത്ഥികളോട് ഇവിടെ നിന്നും പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സ്വാതി മാലിവാൾ ഇപ്പോൾ വിദ്യാർത്ഥികളുമായി സംസാരിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ശക്തമായ പ്രതിഷേധം, രോഷപ്രകടനമാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നത്. ഇതിന് ഉത്തരവാദികളായവർക്കെതിരെ ശക്തമായ എന്നും ചെറിയൊരു മഴ വന്നാൽ പോലും ഇവിടെ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. കാലങ്ങളായി ഇക്കാര്യത്തിൽ പരാതി അറിയിച്ചിട്ടും നടപടി ഉണ്ടായിട്ടില്ല. ഒപ്പം തന്നെ ഈ അപകടം നടന്ന സമയത്ത് ലൈബ്രറിയിൽ 40ഓളം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. വെള്ളം ഇരച്ചെത്തുന്ന ഘട്ടത്തിൽ അതിൽ 3 പേർ മരിച്ചു എന്ന് അധികൃതർ സ്ഥിരീകരിക്കുന്നു. എന്നാൽ അതിൽ കൂടുതൽ മരണസംഖ്യ ഉണ്ട്, അധികൃതർ മറച്ചു വയ്ക്കുകയാണ് എന്ന തരത്തിലുള്ള ഗുരുതര ആരോപണങ്ങളാണ് ഈ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. എന്തായാലും വിദ്യാർത്ഥികൾ അതേസമയം മാധ്യമങ്ങളോട് ഇക്കാര്യം സംസാരിക്കാനും തയ്യാറായിട്ടില്ല. ഇപ്പോൾ സ്വാതി മാലിവാൾ വിദ്യാർത്ഥികളുമായി സംസാരിക്കുകയാണ്. അതിനുശേഷം അവർ മാധ്യമങ്ങളോട് പ്രതികരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഈ വിദ്യാർത്ഥികൾക്ക് ഇരുന്ന് പ്രതിഷേധിക്കാനുള്ള നീക്കത്തിലാണ് സ്വാതി മാലിവാൾ ഉള്ളത്. വിദ്യാർത്ഥികൾ എന്തായാലും ശക്തമായ പ്രതിഷേധം തന്നെ ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തുക എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ ശക്തമായ പ്രതിഷേധം തന്നെയാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. വലിയ രാഷ്ട്രീയ ഏറ്റുമുട്ടലിന് കൂടി ഇത് സാഹചര്യമൊരുക്കിയിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. നിലവിൽ തന്നെ ഡൽഹിയിലെ ഈ ആം ആദ്മി BJP തമ്മിലുള്ള ഏറ്റുമുട്ടലിലെ മറ്റൊരു വിഷയം കൂടി ആകാൻ ഇത് ഇടയായിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു അപകടം ഇടയായിരിക്കുന്നു. ഇതിന് ഉത്തരവാദികൾക്കെതിരെ ശക്തമായ ിൽ
അത്രത്തോളം ഗുരുതരമായി 3 വിദ്യാർത്ഥികളുടെ ജീവനെടുത്ത ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം, അതിന് ഉത്തരവാദികളായവർക്കെതിരെ ഉചിതമായ നടപടി, ആം ആദ്മി പാർട്ടി ഇതിന് മറുപടി പറയണം എന്ന ആവശ്യമാണ് BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതിനിടെയാണ് ഇത്തരം ഒരു സാഹചര്യം ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ MP സ്വാതി മാലിവാൾ കൂടി എത്തിയിരിക്കുന്നത്. സ്വാതി മാലിവാൾ ഇവിടെ ഈ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. SK, താങ്ക് യു. എന്തായാലും സങ്കടകരമായ കാര്യമാണ്. എറണാകുളത്തു നിന്നുള്ള വിദ്യാർത്ഥി ഇതിൽ പെട്ടു എന്നുള്ളത്. ശരിക്കും ഈ ജില്ലാ ഭരണകൂടം ഇപ്പോഴും ഈ കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് ബൽറാം പറഞ്ഞല്ലോ. എന്താണ് ഈ മരണം സ്ഥിരീകരിക്കാൻ താമസം? അതുപോലെ കൂടുതൽ ആളുകൾ മരിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിലും വാർത്ത ഡൽഹിയിൽ പരക്കുന്നു. അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുള്ളതായി നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? കടുത്ത പ്രതിഷേധം തുടരുകയാണോ? उनका ऊपर FIR ही नहीं होगी, FIR नहीं हो रहा है, पहले FIR करवाना, एक बार आप FIR is not an ultimate solution मैम. सर उसका एग्जैक्ट रिजल्ट क्या है, कितने निकाले गए लोग हैं, is not the ultimate solution. But 1 crore compensation is also something that we should give. वो compensation से बढ़ के नहीं है, जिनका चला गया ना उनका, उनके लिए बात वो तो कंपल्सरी है देना, वो मैंडेटरी है. I agree with you. It is the responsibility of the coaching. So first सर कोई बात ही नहीं है. FIR हो गई या नहीं? FIR हुई है. Ma'am, we respect you a lot. We respect you a lot. But we don't want any politicians. जब तक हम आवाज नहीं उठाएंगे तब तक क्यों कर रही है? बच्चे मरे सर, इंग्लिश के बच्चे मरे. मैं पार्लियामेंट में भी मेरे को आवाज उठाई, मैं मानती हूँ. मैं अभी से लेके नहीं हूँ. मैं यहाँ बैठने को तैयार. आप बैठने दे रहे हो मेरे को? अगर आप मुझे बैठने दोगे मैं यहाँ पे बैठूंगी. मैं जब तक आप मुझे बैठने तो दो, मैं बैठी हूँ. जब तक तुम बैठोगे तब तक बैठने को तैयार. मैं कैसे साइड करूँ? हटो, मैं तो तब से साइड करूँ. मैंने एक भी बात दी आने से पहले. जो भी बात होगी आपसे होगी, मीडिया से कोई जब तक आप बैठो, जब तक आप बैठो, आप बता दो कब तक बैठोगे. जब तक बैठो सोच के ही बोलती हूँ भाई साहब. I am not a politician. I am not a politician. You are politician. I was the chairperson of the Delhi Commission. I am not. एक बात, अगर आप विरोध करोगे तो मैं कैसे बैठूं? We are doing our job. भाई मीडिया मैं कैसे करूं? मैं तो
Please ask the forces to form a human chain and media को मैडम मैडम मीडिया को बाहर करो നമുക്കിപ്പോൾ എന്താവും ഛേദമാണ് വിദ്യാർത്ഥികളിൽ നിന്ന് ഉയരുന്നത്. നിങ്ങൾക്കറിയുന്ന പോലെ എറണാകുളത്തെ നവീനും കൂടി മരിച്ച 3 പേരിലുണ്ട് എന്നാണ് നമ്മൾ അറിയാൻ കഴിയുന്നത്. ആദ്യം ഇത്തരം റിപ്പോർട്ടുകൾ ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അന്വേഷണത്തിൽ മനസ്സിലായത് ഒരു മലയാളി കൂടി ഡൽഹിയിലെ റാവൂസ് IAS സ്റ്റഡി സർക്കിളിൽ ഉണ്ടായ വെള്ളക്കെട്ടിൽ മരിച്ചു എന്നാണ്. ഇന്നലെ രാത്രി 7 മണിക്കായിരുന്നു സംഭവം. ഈ ഓൾഡ് രാജേന്ദ്ര നഗറിലുള്ള ഈ റാവൂസ് സ്റ്റഡി സർക്കിളിലെ ബേസ്മെൻറ്റിലേക്ക് വെള്ളക്കെട്ട് ഉണ്ടായി. ഓട പൊട്ടി ഉൾപ്പെടെ വെള്ളം കയറിയെന്നാണ്. ഈ റാവൂസ് സിവിൽ സർവീസസ് അക്കാദമി വളരെ വിഖ്യാതമായ അക്കാദമിയാണ്. ബൽറാം നെടുങ്കാണി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ബൽറാം, പ്രതിഷേധം കനത്തു വരുന്നു. എന്താണ് ഈ കുട്ടികൾ വിളിച്ചു പറയുന്നത്? മീഡിയയെക്കുറിച്ചൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ, എന്താണ് വിവരങ്ങൾ? സ്വാതി മലിവാൾ ഇവിടെ എത്തി കുത്തിയിരുന്ന് വിദ്യാർത്ഥികളോടൊപ്പം പ്രതിഷേധിക്കുകയാണ്. അതേഘട്ടം സ്വാതി ഇവിടെ എത്തിയപ്പോൾ തന്നെ വിദ്യാർത്ഥികളുടെ രോഷം പ്രകടമായിരുന്നു. സ്വാതിയുമായി സംസാരിക്കാൻ തയ്യാറല്ല എന്നാണ് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ വ്യക്തമാക്കുന്നത്. അതേസമയം മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറല്ല, മാധ്യമങ്ങൾ ഇവിടെ നിന്ന് മാറണം എന്നാവശ്യപ്പെടുന്നുണ്ട് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ. ഈ സ്വാതി മലിവാളിനെതിരെ ഗോ ബാക്ക് മുദ്രാവാക്യങ്ങളും ഇവിടെ ഉയരുന്നുണ്ട്. ഇപ്പോൾ 3-4 വിദ്യാർത്ഥികൾ സ്വാതിയുമായി ഇരുന്ന് ഈ റോഡിൽ ഇടത്തെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ അർദ്ധസൈനിക വിഭാഗങ്ങൾ പോലീസിന്റെയും വലിയ ഒരു സംഘം തന്നെ ഈ സംഭവ സ്ഥലത്ത് ഉണ്ട്. വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഏത് ഘട്ടത്തിലും അണപൊട്ടാവുന്ന ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് മുൻകരുതൽ എന്ന നിലയിൽ പോലീസിനെയും അർദ്ധസൈനിക വിഭാഗങ്ങളെയും ഇവിടെ വിന്യസിച്ചിരിക്കുന്നത്. നിലവിലിപ്പോൾ സ്വാതി മാധ്യമങ്ങളോട് സംസാരിക്കുന്നില്ല. എന്തായാലും ഇപ്പോൾ ഈ സമരം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രതിഷേധത്തിൽ ഇരുന്ന വിദ്യാർത്ഥികളിലെ ഒരു വിഭാഗം വിദ്യാർത്ഥികളുമായി സ്വാതി മലിവാൾ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അവർ മാധ്യമങ്ങളെ കാണും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വിദ്യാർത്ഥികൾ എന്നുള്ളത് IAS കോച്ചിങ്ങിനായി എത്തിയ വിദ്യാർത്ഥികളാണ്. സംഘടിതരായ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ മറ്റോ സംഘാടനത്തിന്റെ ഭാഗമായി എത്തി പ്രതിഷേധിക്കുന്നവരല്ല എന്നതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അവർക്കുണ്ട്. ഒരു ഏക നേതൃത്വം അവർക്കില്ല. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും പ്രതിഷേധങ്ങളും മുദ്രാവാക്യങ്ങളുമാണ് ഇവിടെ ഉയരുന്നത്. നിലവിലിപ്പോൾ രാവിലെ മുതൽ അവർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നില്ല. കാരണം കാലങ്ങളായി തങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചൂഷണം നേരിടുന്നുണ്ട് എന്ന ആരോപണം ഉന്നയിക്കുന്നു. ഒപ്പം തന്നെ മരിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം അത് അധികൃതർ ഇപ്പോൾ അറിയിക്കുന്ന 3-ൽ കൂടുതലാണ് എന്ന് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ റാവൂസ് IAS അക്കാദമിയിലെ ഉന്നതർ അവർ ഇവിടെ എത്തി സംസാരിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവർ പലവട്ടം ഈ വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തി പ്രതിഷേധം റോഡിൽ നിന്നും അവസാനിപ്പിച്ച് റോഡ് തുറക്കാനും ഒപ്പം ഈ രക്ഷാപ്രവർത്തനം അതായത് ഈ ബേസ്മെന്റിലുള്ള വെള്ളം വറ്റിക്കുന്ന നടപടി ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് തടസ്സം നിൽക്കരുത് എന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും വിദ്യാർത്ഥികൾ എന്തായാലും ഉന്നത ഉദ്യോഗസ്ഥൻ DCP ഹർഷവർദ്ധൻ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ സംഭവ സ്ഥലത്ത് ഉള്ളത്. വിദ്യാർത്ഥികളുമായി ചർച്ചയ്ക്ക് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ്. അതിനിടെയാണ് ആം ആദ്മിയുടെ രാജ്യസഭാ MP സ്വാതി മാലിവാൾ കൂടി ഈ സംഭവ സ്ഥലത്ത് എത്തുകയും സ്വാതിക്ക് നേരെ കടുത്ത പ്രതിഷേധങ്ങൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉയരുകയും ചെയ്തത്. തുടർന്ന് റോഡിൽ സ്വാതി വിദ്യാർത്ഥികൾക്കൊപ്പം ഇരുന്ന് അവരെ കേൾക്കാൻ എന്നാവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന മറ്റ് വിദ്യാർത്ഥികൾ മുഴുവൻ എഴുന്നേറ്റ് മാറുന്ന ഒരു അവസ്ഥയുണ്ടായി. എന്തായാലും നിലവിലിപ്പോൾ ഒരു വിഭാഗം വിദ്യാർത്ഥികളുമായി സ്വാതി മാലിവാൾ ഈ സാഹചര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അവർ മാധ്യമങ്ങളെ കാണും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം മറ്റൊരു ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ സ്വാതിക്കെതിരെ ഗോ ബാക്ക് മുദ്രാവാക്യങ്ങൾ ഉൾപ്പെടെ ഉയർത്തുന്നുണ്ട്. സംഘർഷ സാഹചര്യം ഇപ്പോഴും ഈ സ്ഥലത്ത് നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. വിദ്യാർത്ഥികളുടെ പ്രതിഷേധം കൂടുതൽ കനക്കുകയാണ്. കൂടുതൽ പേർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മേഖല നമുക്ക് അറിയാം. ഇവിടെ പരിസരത്ത് മുഴുവനുള്ള കെട്ടിടങ്ങളിലും ഇത്തരത്തിൽ സമാനമായ IAS കോച്ചിങ് സെന്ററുകൾ തന്നെയാണ് ഇവിടെ എല്ലാം ഉള്ളത്. അവിടെയുള്ള വിദ്യാർത്ഥികളും ഈ റാവൂസ് IASലുള്ള വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ഇവിടെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നുണ്ട്. റാവുവിൽ തന്നെ നിരവധി മലയാളി വിദ്യാർത്ഥികളടക്കം ഇപ്പോഴും പഠിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് റാവൂസ് IAS. അവർ അടക്കമുള്ളവർ ഈ പ്രതിഷേധ
സ്ഥലത്ത് ഉണ്ട്. നമ്മളോട് അല്പസമയം മുമ്പ് സംസാരിച്ച മലയാളി വിദ്യാർത്ഥി ഉൾപ്പെടെ ഇവിടെയുള്ള സാഹചര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. ഈ മരിച്ചവരിലും ഒരു മലയാളി ഉണ്ട് എന്ന ദുഃഖകരമായ കാര്യം കൂടി പുറത്തു വന്നിരിക്കുകയാണ്. എറണാകുളം സ്വദേശി നവീൻ എന്ന വിദ്യാർത്ഥിയാണ് ഈ റാവുസ് IASന്റെ ബേസ്മെന്റിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മരണമടഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഔദ്യോഗികമായ സ്ഥിരീകരണം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പോലീസ് ഇക്കാര്യം എന്തായാലും ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. അനൗദ്യോഗികമായി പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഒരു മരിച്ച 3 പേരിൽ ഒരാൾ മലയാളിയാണ് എന്ന സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. മറ്റ് 2 പേർ ഉത്തർപ്രദേശ് സ്വദേശികളാണ്, പെൺകുട്ടികൾ എന്നുമാണ് പോലീസ് അറിയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ ഔദ്യോഗികമായ സ്ഥിരീകരണം അല്പസമയത്തിനൊപ്പം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോഴും സ്വാതി മാലിവാളിനെതിരെ ഗോ ബാക്ക് മുദ്രാവാക്യം ഉയരുകയാണ് വിദ്യാർത്ഥികൾ. ഒരു വിഭാഗം വിദ്യാർത്ഥികളാണ്. സ്വാതി മറ്റ് വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടെ സ്വാതി മാലിവാൾ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇപ്പോഴും സ്വാതി ഇവിടെ തന്നെ തുടരുകയാണ്. SK ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കടുത്ത പ്രതിഷേധമാണ് ഓൾഡ് രാജേന്ദ്ര നഗറിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയുന്ന ഒരു അവിശ്വസനീയമായ ഒരു വാർത്തയാണ് ഡൽഹിയിൽ നിന്ന് വരുന്നത്. ഇന്ന് രാത്രി 7 മണിക്കായിരുന്നു സംഭവം. ഈ ഓൾഡ് രാജേന്ദ്ര നഗർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഈ സിവിൽ സർവീസസ് പരിശീലന കളരികളുള്ള അക്കാഡമികളുള്ള സ്ഥലമാണ്. ഇവിടെയാണ് ഏറ്റവും വിഖ്യാതമായ ഈ ദേശീയ അക്കാദമികളിലൊന്നായ ദേശീയ അക്കാദമി പ്രൈവറ്റ് സ്ഥാപനമാണ് റാവൂസ് IAS സ്റ്റഡി സർക്കിൾ എന്നുള്ള സ്ഥാപനമുള്ള ഈ സ്ഥാപനത്തിൻ്റെ ബേസ്മെൻറ്റിലാണ് അവിടുത്തെ വായനശാല. ഈ ലൈബ്രറിയിൽ പോയ 40 കുട്ടികളിൽ ഈ അവിടേക്ക് വെള്ളക്കെട്ടുണ്ടായി 3 പേർ ഇതിൽ മരിച്ചു. അതിൽ എറണാകുളത്തെ നവീനുമുണ്ടെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരം. എന്നാൽ കുട്ടികൾ പറയുന്നത് കൂടുതൽ ആളുകൾ മരിച്ചിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം ഇത് സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ നമുക്ക് മനസ്സിലാകാത്ത കാര്യം ഒരു അക്കാദമിയുടെ ബേസ്മെൻറ്റ് പോർഷനിലെ ലൈബ്രറിയിലേക്ക് വെള്ളം കയറി അവിടെ വായിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ മരണപ്പെടുക എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഈ റാവൂസ് IAS സ്റ്റഡി സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സിവിൽ സർവീസ് ലോകത്തേക്ക് ഒരുപാട് ആളുകളെ പടച്ചുവിട്ട സ്ഥാപനമാണ്. വലിയ ഖ്യാതി നേടിയ സ്ഥാപനമാണ്. നമ്മളൊക്കെ IAS പരീക്ഷ എഴുതി നന്നായി തോറ്റ കാലത്തൊക്കെ തന്നെ ആളുകൾ പലരും പറയുന്നുണ്ടായിരുന്നു, റാവു അക്കാദമിയിലെങ്ങാനും പോയിരുന്ന നീ രക്ഷപ്പെട്ടു പോയേനെ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ രക്ഷപ്പെടൽ മരണത്തിലേക്ക് പോയ 3 കുട്ടികളുടെ കഥ കൂടി നമ്മോട് പറയുന്നു എന്നറിയുമ്പോൾ നമ്മൾ വല്ലാതെ നടുങ്ങിപ്പോകുന്നു. അതിനിടയിൽ ബീന ജയ് പറയുന്നു SKൻ്റെ മോൻ അവിടെ ആ അക്കാഡമിയിലാണ് പഠിക്കുന്നതെന്ന്. എന്തിട്ട് പരിപാടിയാണ്, അങ്ങനെയൊന്നുമില്ല കേട്ടോ.